ഈശോ ഇങ്ങനെ വളരെ നല്ലൊരു സന്തോഷമുള്ളൊരു കുടുംബം തന്നത്. 3 കുഞ്ഞി പക്ഷികളുണ്ട്. അതിൽ ഒരു പക്ഷി പറഞ്ഞു, പിന്നെ ഓക്കെ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജന്മം നൽകി. റെഡിയല്ലേ? ഓക്കെ, കുട്ടികളെ വസിച്ചാലും നാഥ ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ? സുഖമല്ലേ എല്ലാവർക്കും? നമ്മൾ ഈശോയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏത് പാഠമാണ് പഠിക്കുന്നത്? ഓക്കെ, 5ാമത്തെ പാഠമാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബം ഒരു ദൈവാലയം. ഓക്കെ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും അവിടെ ഒന്ന് നിവർന്നിരുന്നേ, കൈയൊക്കെ കൂപ്പി പിടിച്ചേ, കണ്ണുകളൊക്കെ ഒന്ന് അടച്ചേ. സ്വസ്ഥമായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സാറ് ഒരു പാട്ട് പാടിത്തരാം. ആ പാട്ടിലൂടെയാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്വസ്ഥമായിരുന്നിട്ട് ഈശോയെ മനസ്സിലൊന്ന് ഓർത്തേ. ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ, ക്രൂശിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ, ഈശോ നിൻ ഹൃത്തിനുള്ളിൽ, ഈശോ നിൻ മേലങ്കിക്കുള്ളിൽ. അപ്പോൾ ഈശോയുടെ മേലങ്കിക്കുള്ളിൽ നമ്മൾ പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. ഓക്കെ, നമ്മുടെ വീട്ടിൽ അപ്പച്ചൻ, അമ്മിച്ചി, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, നമ്മുടെ അപ്പൂപ്പൻ, അമ്മൂമ്മ എല്ലാവരും ഉണ്ട്. നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ആരാണ് നമുക്ക് ഈ കുടുംബമൊക്കെ തന്നത്? ഈശോയാണ്, ദൈവമാണ്. ദൈവം നമ്മളെ ഏറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈശോ ഇങ്ങനെ വളരെ നല്ലൊരു സന്തോഷമുള്ളൊരു കുടുംബം തന്നത്. അപ്പോൾ ഈശോയ്ക്ക് നമ്മൾ നന്ദി പറയണ്ടേ? നന്ദി പറയണം. ഇനി ഈശോ ഈ കുടുംബം നമുക്ക് എന്തിനാണ് തന്നത്? മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് സ്നേഹിച്ച് ബഹുമാനത്തോടെ, പരസ്പര ബഹുമാനത്തോടെ പെരുമാറി ദൈവത്തിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് നല്ല കുടുംബം തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഈശോയോട് നന്ദിയുള്ളവരായിരിക്കണം. എന്തിനു വേണ്ടി? നല്ല ഒരു കുടുംബം തന്നതിന്. പിന്നെയോ നല്ല മാതാപിതാക്കളെ തന്നതിന്. ഇനി മാതാപിതാക്കളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യാറുള്ളത്? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? സാറിന്നൊരു പുതിയ കാര്യം പഠിപ്പിച്ചു തരട്ടെ. നമുക്ക് ലത്തീൻ ഭാഷയിൽ പറയുന്ന എങ്ങനെയാണെന്നൊന്ന് പഠിച്ചാലോ? ലൗദേത്തോർ യേശൂസ് ക്രിസ്തുസ്. എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, സാറിൻ്റെ ഒപ്പം പറഞ്ഞേ. ലൗദേത്തോർ യേശൂസ് ക്രിസ്തുസ് എന്ന് വെച്ചാൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് എങ്ങനെയാണ് പറയുന്നത്? പെർ സെയിം പെയർ, പെർ സെയിം പെയർ. ആ, കിട്ടിയില്ലേ? ഒരുമിച്ച് സാറിൻ്റെ ഒപ്പം ഒന്ന് പറയാമോ? പെർ സെയിം പെയർ എന്ന് വെച്ചാൽ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമുക്കൊന്നിച്ച് ഒരുമിച്ച് ഒരിക്കൽ കൂടി സ്വരത്തിൽ പറയണം. ഓക്കെ, ലൗദേത്തോർ യേശൂസ് ക്രിസ്തുസ്, പെർ സെയിം പെയർ. ആ, മിടുക്കരാണ്. എല്ലാവരും പെട്ടെന്ന് പഠിച്ചല്ലോ. ഓക്കെ, നിങ്ങൾ ഇത്രയും നല്ല കുട്ടികളായതുകൊണ്ട്, ഇത്രയും സന്തോഷത്തോടെ ഇരിക്കുന്നതുകൊണ്ട് സാറ് നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ. കഥയൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ഓക്കെ, നമുക്കൊരു കഥ കേൾക്കാം. ഒരു കാട്ടിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു.
വലിയ മരം എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിലുള്ള മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ഉയരം കാരണമാണ് ആ പക്ഷി അവിടെ കൂടുകൂട്ടാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു തള്ളപ്പക്ഷിയും അപ്പൻ പക്ഷിയും പിന്നെ 2-3 കുഞ്ഞ് പക്ഷി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരു കൂട് അവിടെ വെച്ചു. അപ്പോൾ നല്ല ഉയരത്തിലുള്ള മരമായതുകൊണ്ടാണ് അപ്പൻ പക്ഷി അവിടെ കൂടുകൂട്ടാമെന്ന് തീരുമാനിച്ചത്. ഇനി അങ്ങനെ അവർ കൂടുകൂട്ടി സന്തോഷത്തോടെ വാണു. ഒരു ദിവസം നോക്കുമ്പോൾ ഈ മരത്തിൽ ഒരു വള്ളി ഇങ്ങനെ ചുറ്റി കയറുന്നു. അത് കണ്ടപ്പോൾ അപ്പൻ പക്ഷി അമ്മ പക്ഷിയെയും കുഞ്ഞു പക്ഷികളെയും വിളിച്ചിട്ട് പറഞ്ഞു, ദേ നമ്മുടെ മരത്തിൽ ഒരു വള്ളി ഇങ്ങനെ ചുറ്റി വരുന്നുണ്ട്. നല്ല ഉയരത്തിലുള്ള മരമാണെങ്കിലും ഈ വള്ളി ഇങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആ വള്ളിയിൽ ചവിട്ടി മുകളിലേക്ക് എത്തും. അത് നമുക്ക് ആപത്താണ്. അപ്പം നമുക്ക് അതെങ്ങനെയും നശിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഈ വീടിന് അതൊരു ആപത്താകുമെന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ അമ്മ പക്ഷിയും പറഞ്ഞു, അയ്യോ ശരിയാണല്ലോ, ഞാനത് കണ്ടു, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് കേട്ടു നിന്ന 3 കുഞ്ഞി പക്ഷികളുണ്ട്. അതിൽ ഒരു പക്ഷി പറഞ്ഞു, പിന്നെ അതൊന്നും ചെയ്യണ്ട, നല്ല ഭംഗിയാണിപ്പോൾ നമ്മുടെ വീട് കാണാൻ. ആ മരത്തിൽ വള്ളി ഇങ്ങനെ ചുറ്റി വരുന്നത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പൻ ഓൾഡ് ജനറേഷനാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ച് നോക്ക്. അപ്പോൾ അപ്പൻ പക്ഷി പറഞ്ഞു, മോനെ ഭംഗിയുണ്ട്, പക്ഷേ നമ്മുടെ ജീവൻ ആപത്താകും. അപ്പോൾ നമ്മളത് നശിപ്പിക്കണ്ടേ? വേണ്ട, അപ്പൻ അത് നശിപ്പിക്കണ്ട. അങ്ങനെ കുഞ്ഞി പക്ഷി വാശി പിടിച്ചത് കാരണം അപ്പനും അമ്മയ്ക്കും അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ വള്ളി പടർന്ന് മുകളിലെത്തി. ഒരു ദിവസം അപ്പൻ പക്ഷിയും അമ്മ പക്ഷിയും ഈ കുഞ്ഞി പക്ഷികൾക്ക് തീറ്റ തേടുവാൻ വേണ്ടി പോയിരിക്കുന്ന സമയത്ത് ഒരു വേടൻ വന്നു. വേടൻ വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഈ വള്ളിയിൽ ചവിട്ടി കയറി മുകളിലെത്തിയപ്പോൾ ഈ കുഞ്ഞി പക്ഷികളും അടുത്ത ചില്ലകളിൽ മാറിയിരിക്കുകയായിരുന്നു. അത് വേടൻ ശ്രദ്ധിച്ചില്ല. അയാൾ ഒരു വലയെടുത്ത് ഈ പക്ഷിക്കൂട്ടിൽ വിരിച്ചു വെച്ചിട്ട് പോയി. അയാൾ താഴെ ഇറങ്ങിപ്പോയി. ഇതൊന്നും അറിയാതെ കളിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞിപ്പക്ഷികളും കൂട്ടിലെത്തി. ഭക്ഷണവുമായി അപ്പനും അമ്മയും കൂട്ടിലെത്തി അവർ കൂട്ടിലേക്ക് ഇരുന്നതും അപ്പൻ പക്ഷിക്ക് മനസ്സിലായി അപകടത്തിൽപ്പെട്ടു. കാരണം അവരുടെ കാലുകൾ ആ വലയിൽ കുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അപ്പൻ പക്ഷി എന്നിട്ടും ദേഷ്യപ്പെട്ടില്ല. അപ്പൻ പക്ഷി പറഞ്ഞു, കണ്ടോ മക്കളെ, നമ്മൾ ആപത്തിൽപ്പെട്ടു, ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? വേഗം തന്നെ അമ്മ പക്ഷി പറഞ്ഞു, നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാലോ? അപ്പം അപ്പൻ പറഞ്ഞു, പ്രാർത്ഥിക്കണം, വിവേകത്തോടെ ചിന്തിക്കണം. എന്നിട്ട് അപ്പൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഒരുമിച്ച് ഞാൻ പറയുന്നത് പോലെ പറന്ന് പൊങ്ങണം, എന്നിട്ട് ഒരുമിച്ച് മരത്തിന് താഴെ ചെന്നിരിക്കണം. അത് കേട്ട് അമ്മയും മക്കളും ഈ അപ്പൻ പക്ഷിയും ഒരുമിച്ച് പൊങ്ങി താഴെ വന്നിരുന്നു. അങ്ങനെ അവർ താഴെ വന്നിരുന്ന് അവരുടെ കൊമ്പ് കൊണ്ട് വല കൊത്തി അവരുടെ കാലിൽ നിന്നുള്ള ബന്ധനം മാറ്റി. അപ്പോഴേക്കും വേടൻ വരുന്നത് കണ്ടു. അപ്പോൾ അപ്പൻ പക്ഷി പറഞ്ഞു, ചത്ത പോലെ കിടക്കുക. അങ്ങനെ അപ്പനും അമ്മയും മക്കളും ചത്ത പോലെ കിടന്നു. വീണ്ടും വേടൻ കിളികൾ ചത്തുപോയെന്ന് കരുതി ഓരോരുത്തരെ എടുത്ത് വലയിൽ നിന്ന് മാറ്റിവെച്ചു. അതിനുശേഷം വല അയാൾ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അപ്പൻ പക്ഷിയും മക്കളും ഒരുമിച്ച് പറന്നു പൊങ്ങാനായിട്ട് അപ്പൻ സൂചന നൽകിയതനുസരിച്ച് അവർ പറന്നു പൊങ്ങി. അങ്ങനെ ആ ആപത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ഇപ്പോൾ എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത്? ഭംഗിയുള്ളൊരു വള്ളി മരത്തിൽ ചുറ്റിയപ്പോൾ അപ്പൻ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന്? അത് നശിപ്പിക്കണം. അതെന്തു പറ്റുമെന്ന്? നമ്മുടെ ഭവനത്തിനത് ആപത്താണെന്ന്. പക്ഷേ കുഞ്ഞുപക്ഷി പറഞ്ഞു, ഭംഗിയുള്ളതല്ലേ, അത് നശിപ്പിക്കണ്ട, നല്ലതല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഭംഗിയുള്ളതാണെങ്കിലും നമ്മുടെ കുടുംബത്തിന് ആപത്തുള്ളതായാൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ജീവനും നമ്മുടെ അപകടത്തിന് കാരണമാകും. അതുകൊണ്ടാണ് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണമെന്ന് നമ്മൾക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കുന്നത് അല്ലേ? നമ്മളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും ഉപദേശിക്കുകയും നന്മയിൽ വളർത്തുകയൊക്കെ ചെയ്യുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാം. എന്തെല്ലാമാണ് അവയെന്ന് ഓർക്കാമോ?
പറയട്ടെ, സാറ് പറയട്ടെ, ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കണം. ഓക്കെ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജന്മം നൽകി നമ്മളെ പരിരക്ഷിക്കുന്നു. എന്താണ്? നമുക്ക് ജന്മം നൽകി നമ്മളെ പരിരക്ഷിക്കുന്നു. ഇനിയോ, നമ്മളെ ദൈവസ്നേഹത്തിലും നന്മയിലും വളർത്തുന്നു. അവർ നമ്മെ എന്ത് ചെയ്യുന്നു? ദൈവസ്നേഹത്തിലും നന്മയിലും വളർത്തുന്നു. ഇത് കൂടാതെ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും നമ്മളെ അവർ സ്നേഹിച്ചുകൊണ്ട് നമ്മളെയും സ്നേഹിക്കാൻ അവർ പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പം 3 കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം. നമുക്ക് ജന്മം നൽകി നമ്മളെ പരിപോഷിപ്പിക്കുന്നു, ദൈവസ്നേഹത്തിലും നന്മയിലും വളർത്തുന്നു, നമ്മളെ സ്നേഹിക്കാൻ അവർ പഠിപ്പിക്കുന്നു. എങ്ങനെ പഠിപ്പിക്കുന്നു? നമ്മെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹിക്കാൻ അവർ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കിയത്. മാതാപിതാക്കൾ നമുക്ക് ജന്മം നൽകി നമ്മളെ സ്നേഹത്തോടെ പരിപോഷിപ്പിച്ച് ദൈവസ്നേഹത്തിലും നന്മയിലും വളർത്തി നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. ഇനി വചനമുണ്ട്. ഒരു വചനത്തിൽ ഈശോ നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. കേട്ടോ? വചനം എല്ലാവർക്കും മനസ്സിലായോ? സാർ ഒന്നും കൂടി പറയട്ടെ. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് ഒരു ചെറിയ ആക്ഷനോടെ ഈ വചനം പറയാൻ പഠിച്ചാലോ? സാറ് കാണിച്ചു തരട്ടെ. നിങ്ങൾ അതുപോലെ ചെയ്യില്ലേ? അതെ, എല്ലാവരും ചെയ്യും. ഓക്കെ, സാറ് കാണിച്ചു തരാം. നിങ്ങളത് കാണുക, എന്നിട്ട് സാറിനോടൊപ്പം ചെയ്യണം. ചെയ്യൂലേ? റെഡിയല്ലേ? ഓക്കെ. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. ഒരു പ്രാവശ്യം കൂടി നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച്. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. അടിപൊളി, മിടുക്കന്മാരും മിടുക്കികളും എല്ലാവരും നന്നായി ചെയ്തു. അപ്പം നമ്മളൊരു വചനമാണ് പഠിച്ചത്. ഏത് വചനമാണ്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. ഓക്കെ, നമ്മളപ്പോൾ ഈശോയുടെ ഒരു വചനം ഇന്ന് കാണാതെ പഠിച്ചു. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തത്? നമ്മൾ ഒരു പാട്ടിലൂടെ ഈശോയോട് പ്രാർത്ഥിച്ചു, മാതാപിതാക്കന്മാരെ അനുസരിക്കേണ്ടതിൻ്റെ നല്ല ഒരു കഥ കേട്ടു. കഥ ഇഷ്ടമായോ എല്ലാവർക്കും? മറന്നു പോവോ? നിങ്ങളുടെ അനിയനോ അനിയത്തിക്കൊക്കെ പറഞ്ഞു കൊടുക്കോ ഇന്ന് പഠിച്ച ഈ കഥ? ഓക്കേ, പറഞ്ഞു കൊടുക്കണം കേട്ടോ. അത് കൂടാണ്ട് നമ്മൾ ഈശോയുടെ വചനവും പഠിച്ചു അല്ലേ? ആ വചനവും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണേണ്ടതാണ്. അതുവരെ മറന്നു പോവാതെ നിങ്ങൾ ഈ കഥ ഓർക്കണം, വചനം ഓർക്കണം. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് മറന്നു പോവാതിരിക്കാൻ ഈ വചനം ഒന്ന് പറയണം. എന്താണ്? എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. ഓക്കെ, നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, മാതാപിതാക്കന്മാരെ അനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.